ഹലോ ഗൈസ്, അപ്പോൾ ഞാനാണ് നിങ്ങളുടെ ആതിര മോണായിട്ട്. അപ്പോൾ ഇന്നത് ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ട് നമ്മൾ താഴെയുള്ള ബേക്കറിയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് സെറ്റാക്കി കൊടുത്തൊരു കേക്കാണ് കേട്ടോ. ഇപ്പോൾ ഇന്ന് തന്നെ ഓർഡർ കൊടുത്തിട്ട് നമ്മൾ ഇന്ന് തന്നെ മേടിക്കുകയാണ് അവരുടെ കയ്യിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ചങ്കിൻ്റെ ബർത്ത്ഡേ ആണെന്ന്, അപ്പോൾ മുൻകൂട്ടിയിട്ട് ഓർഡർ കൊടുക്കണം. അതുപോലെ തന്നെ നല്ല രീതിക്കൊക്കെ സസ്പെൻസ് കൊടുത്ത് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ പരിപാടി മൊത്തം കുളമായി. കാരണം അവളുടെ ഡ്യൂട്ടി ടൈം മാത്രം 10 to 7, ഞങ്ങൾക്ക് എല്ലാവർക്കും 8 to 5 ആയിരുന്നു. അപ്പോൾ ഡ്യൂട്ടി ടൈം മാറ്റാനായിട്ട് പറ്റിയില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ട് അവസാനം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ വീണ്ടും അവൾക്ക് 1 hour പുറമേക്ക് പോകാനുള്ള സാങ്ഷൻ കിട്ടിയപ്പോൾ പെട്ടെന്ന് സെറ്റാക്കി എടുത്തൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപാടി വീണ്ടും നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇത് അവളെ കൊടുന്നിരിക്കുകയാണ് കൂടെ. അപ്പോൾ സസ്പെൻസ് ഒന്നും ആയിരുന്നില്ല, അത് കാരണം പറഞ്ഞിട്ട് കൊണ്ടുവരേണ്ടി വന്നു, ഇത് കാരണമാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഐവറി ആർട്ട് കഫേയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ആംബിയൻസ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അതാ ചെന്ന് കയറിയപ്പോൾ നല്ലൊരു അടിപൊളി കഫേയാണ് കേട്ടോ. ചെറിയ കഫേ ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് നല്ലൊരു വൈബാണ്. അങ്ങനെ ഇതാ നമ്മുടെ കേക്ക് അവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് കട്ട് ചെയ്യണം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ 4 പേരും എന്താ വീണ്ടും ഒന്നിച്ചിരിക്കുന്നത്. എല്ലാവർക്കും പല ഡ്യൂട്ടി ടൈം കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലെ പുറമേക്ക് വരാനായിട്ട് പറ്റാറില്ല. അപ്പോൾ പ്ലാൻ ചെയ്യുന്നൊന്നും നടക്കാറില്ല. ഇതിപ്പോൾ പെട്ടെന്നായതുകൊണ്ട് വേഗം നടന്നു കിട്ടി. അങ്ങനെ ഇതാ ഇരുന്ന് കട്ട് ചെയ്യാണ്. അപ്പോൾ അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ബർത്ത്ഡേക്ക് നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അത് കൊടുത്ത് മടുത്തു. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ചെയ്യാം, കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ അവിടെയുള്ള ചേട്ടന്മാർക്ക് നമ്മൾ ബാക്കിയുള്ള കേക്കിൻ്റെ പീസുകളൊക്കെ കൊടുത്തു. അപ്പോൾ ചെറിയൊരു ഡിഷ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ കിട്ടി കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. അലീന അതൊന്നും നോക്കിയില്ല, വേഗം കൈ കൊണ്ടെടുത്ത് അകത്താക്കാനുള്ള പ്ലാനിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ആ സ്പൂൺ വെച്ചിട്ട് ഞാൻ എൻ്റെ കയ്യിലേക്ക് എടുത്തിട്ടിട്ട് ഇതാ ഞാനും കഴിക്കാനുള്ള പ്ലാനിലാണ്. വേഗം കഴിക്കണം. അതുപോലെ തന്നെ ഐശ്വര്യയ്ക്ക് വീണ്ടും 1 hour എടുത്ത് വന്നിട്ടുള്ള കാരണം തിരിച്ച് ഡ്യൂട്ടിക്ക് കയറുകയും ചെയ്യണം. അപ്പോൾ മടമടാന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് 4 എണ്ണവും കൂടിയിട്ട്. അപ്പോൾ സംസാരമില്ല, വേഗം കഴിച്ച് തീർക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെല്ലാതും ഫുൾ ഫിനിഷ് ചെയ്തു. ഫിനിഷ് ചെയ്തതിന് ശേഷം മേളിൽ കണ്ടപ്പോൾ എനിക്കൊന്ന് കയറി നോക്കണം എന്ന് തോന്നി. അപ്പോൾ മേളിലും കൂടെ ഇതിൻ്റെ ബാക്കിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ടും കൂടെ ഞാൻ കയറി നോക്കി കേട്ടോ. അപ്പോൾ കയറിയപ്പോൾ അവിടെയും ഇതിനേക്കാൾ അടിപൊളി ആംബിയൻസ് ആയിരുന്നു. നല്ല ലൈറ്റും അതുപോലെ തന്നെ അവിടുത്തെ ഡ്രോയിങ്സൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ താഴേക്ക് വീണ്ടും വന്നതിന് ശേഷം ഇനി നമ്മൾ ഇറങ്ങാനുള്ള സമയമായിട്ടോ. അപ്പോൾ ഇനി അധികം പറച്ചിലൊന്നുമില്ല, ഇനി പോയിട്ട് വേണം അവൾക്ക് വീണ്ടും ഡ്യൂട്ടിക്ക് കയറാനായിട്ട്. അപ്പോൾ കലാപരിപാടി കണ്ടറിയാലോ, നല്ല രീതിക്ക് നമ്മളത് വെട്ടി വിഴുങ്ങി. ഇനി ഇതാ തിരിച്ച് ഞങ്ങളൊക്കെ വീട്ടിലേക്ക് പോവാണ്, അവളിതാ ഡ്യൂട്ടിക്കും പോവാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവൾക്ക് സന്തോഷമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഇതാ എല്ലാം കഴിഞ്ഞ് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോന്നു ഗൈസ്. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക. ബായ്.